ഐതിഹ്യമനുസരിച്ച് പൂർവികർ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയാണ് ആറന്മുള ക്ഷേത്രത്തിലെ ക്രൈസ്താനികരായ രണ്ടില്ലത്തെ മുതിർന്ന കാരണവന്മാർ. ആറന്മുള പുത്തേഴത്തില്ലത്തെ അക്കീരമൺ രാധാകൃഷ്ണൻ ശർമ്മയും തെക്കേടത്തില്ലത്തെ നാരായണൻ മൂസതുമാണ് ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത്. ഉത്രാടം നാളിൽ തുടങ്ങിയ ഉണ്ണാവ്രതം തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ഇളനീരും പഴവും കഴിച്ചാണ് അവസാനിപ്പിക്കുക. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ണാവൃതം ഇരിക്കുന്ന ആറന്മുളയിലെ രണ്ട് ഇല്ലങ്ങളാണ് പുത്തേടത്തില്ലും തെക്കേടത്തില്ലും. എന്താണ് ഈ ഉണ്ണാവൃതം എന്നുള്ള പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒക്കെ പുതിയ തലമുറയ്ക്കുടെ അറിവിലേക്കും പഴയ തലമുറയിലേക്കും ഒക്കെ അറിയാം. നമ്മളോടിപ്പം ചേരുന്നത് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത് പുത്തേഴത്തില്ലത്ത് അക്കീരമൺ രാധാകൃഷ്ണ ശർമ്മയും അദ്ദേഹത്തിന്റെ പത്നി സാവിത്രി അന്തർജനവും ഒക്കെയാണ്. അപ്പം പ്രായാധിക്യം കൊണ്ട് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ മകൻ ഹരികൃഷ്ണൻ നമ്പൂതിരിയുണ്ട്. പ്രമുഖ ദൈവജ്ഞനാണ്. തിരുവേണി ഓണാശംസകൾ. ഓണാശംസകൾ കേരളത്തിലെയും കേരളത്തിന് വെളിയിലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും തിരുവാറന്മുളപ്പന്റെ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ ഈ ആറന്മുളയിലെ ക്രൈസ്താനീയമായ ഈ രണ്ട് കുടുംബങ്ങൾ അന്ന് ആഹാരം കഴിക്കാതെ മുതിർന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു കാലങ്ങൾക്കും വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് ആറന്മുളയിലെ ക്രൈസ്താനി ഇല്ലങ്ങളായിട്ടുള്ള പുത്തേഴത്തില്ലം, തെക്കേടത്തില്ലം, മംഗലപ്പള്ളിയില്ലം ഇങ്ങനെയുള്ള ഈ മൂന്നില്ലങ്ങളിലെയും കാരണവന്മാര് ആറന്മുളയിലെ നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്കും ആൾക്കാർക്കും അരിയും നെല്ലും കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അത് നടത്തി വന്നിരുന്നത് ആറന്മുള ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള മഠത്തിൽ വെച്ചിട്ട് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കാഞ്ഞിരവേലിലോട്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെയുള്ള മഠത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ വർഷവും ഇത് ഉത്രാടത്തിന് മുമ്പായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ ചടങ്ങില് ഒരു വർഷം വളരെ നിർധനരായിട്ടുള്ള ഒരു സ്ത്രീ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആരും കാണാതെ അവിടെ നിൽക്കുകയും നെല്ലും അരിയും കിട്ടാതെ അവര് മഴയും ഒക്കെ കൊണ്ട് വളരെ അവശയായി അവര് മരിച്ചു എന്നാണ് ദേവപ്രശ്നത്തിൽ അറിയാൻ സാധിച്ചത്. അങ്ങനെ അതിന് കാരണമായിട്ടുള്ള ഇല്ലങ്ങളിലെ കാരണവന്മാര് അതിന് പ്രായശ്ചിത്തമായിട്ട് എല്ലാ വർഷവും തിരുവോണത്തിന് ഉണ്ണാവൃതം അനുഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ നിശ്ചയിക്കുകയും അതനുസരിച്ചിട്ട് കാലങ്ങളായിട്ടും വർഷങ്ങളായിട്ടും അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഏത് വർഷം തുടങ്ങി എന്നുള്ളത് നമുക്ക് ഒരു ഓർമ്മ ഇല്ല. തിരുമേനിയുടെ ഓർമ്മയിൽ ഇതിപ്പോ എത്രാമത്തെ തലമുറയാണെന്നല്ല ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ഇന്ന വർഷം തുടങ്ങിയതായിട്ടുള്ള ഒരു ഐതിഹ്യം നമ്മൾ പലയിടത്തും നമ്മൾ നോക്കിയെങ്കിലും അതിനൊരു രൂപരേഖ കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് ഈ ഉണ്ണാവൃതത്തിന്റെ ഈ ഇന്നലെ ഉത്രാടം ഉള്ള അനുഷ്ഠാനങ്ങളൊക്കെ? അതായത് ഉത്രാടത്തിന്റെ അന്ന് അത്താഴശവേലയ്ക്ക് ശേഷം തിരുവോണത്തിന്റെ അന്ന് അത്താഴ പൂജ വരെയുള്ള സമയത്താണ് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് ജലപാനം പോലും ഇല്ലാതെ തുടങ്ങി വൈകിട്ട് അത്താഴ പൂജയുടെ സമയത്ത് ഭഗവാന് പൂവമ്പഴവും കരിക്കും നേദിച്ച് അത് അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തി കൊടുക്കും. അത് കുടിച്ചിട്ടാണ് ഈ വ്രതം നമ്മൾ നിർത്തുന്നത്. അപ്പുറത്തെ ഇല്ലത്ത് അവിടെ ആരാണ്? നാരായണ മൂസ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് തെക്കേടത്തില്ലത്തെ ഈ വർഷത്തെ ഉണ്ണാവൃതം ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്തെങ്കിലും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതിന് ശേഷം അവിട്ടത്തിന്റെ അന്നാണ് നമ്മൾ ഇല്ലത്ത് പൊതുവെ തിരുവോണത്തിന് എല്ലാവരും സദ്യയും ഓണാഘോഷവും ഒക്കെ നടത്തുന്ന സമയത്ത് കാർന്നവര് ഉണ്ണാവൃതം ഇരിക്കുന്ന സമയത്ത് ഈ ഇല്ലങ്ങളിലെ എല്ലാവരും തിരുവോണത്തിന്റെ ദിവസം ആഘോഷം അവിട്ടത്തിന്റെ അന്നാണ് ആഘോഷമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അമ്മയും ഇതിന്റെ ഭാഗമാവുന്നില്ല. അതെ, അമ്മ ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ണാവൃതം ഇരിക്കുമ്പോ അത് സദ്യന്റെ ഒരു വട്ടക്കൂട്ടിൽ ഒതുങ്ങില്ലല്ലോ. അത് അടുത്ത ദിവസമായിരിക്കും. ഇതാണ് ഇതിന്റെ ഐതിഹ്യം. ഒക്കെ തിരുമേനി ഇപ്പൊ ഏതൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അവകാശമൊക്കെ? ആറന്മുള ക്ഷേത്രത്തിന്റെ ക്രൈസ്താനി അവകാശമാണ്. ബാക്കിയുള്ള ഏതാണ്ടോ 43 ക്ഷേത്രങ്ങളിലെ താന്ത്രിക അവകാശവും പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്.
അങ്ങനെ പണ്ടങ്ങോ ചെയ്തു പോയ ഒരു പ്രായശ്ചിത്തത്തിന്റെ പരിഹാരമെന്നിട്ടാണ് ഈ 2 ഇല്ലങ്ങളും ഇപ്പോഴും മുറതെറ്റിക്കാതെ ആ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.